ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഈ പഴയ ബക്കറ്റൊക്കെ ഉണ്ടാകുമല്ലോ, അത് പഴയതും അതുപോലെ പൊട്ടിയതും നമ്മൾ ഉപയോഗിക്കാതൊക്കെ ഇങ്ങനെ ആക്രിക്കാരന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ബക്കറ്റുകൾ അതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 3 പ്ലാന്റർ ഐഡിയാസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത് ഈയൊരു ബക്കറ്റ് കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കേട് വന്നൊരു ബക്കറ്റാണ്. ഞാനിത് ഉപയോഗിക്കാറില്ല, ഇങ്ങനെ പെയിൻ്റൊക്കെ പറ്റി പിടിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടുണ്ട്. പിന്നെ ഞാനിതിന് വേണ്ടി ഇവിടെ എടുക്കുന്നത് ഇതുപോലെയുള്ള ചൂടിക്കയറാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈയൊരു ബക്കറ്റ് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഈയൊരു കയറ് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ നന്നായിട്ട് അത് ഒട്ടി വരും, പിന്നെ അധികം പണി ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ വരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ടൊന്ന് കയറ് ചുറ്റിയെടുത്തിട്ട് വരാം. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കയറിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ഫുള്ളായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ നാരുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഒരു അഭംഗി പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നാരുകളൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പ്ലാൻ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് വല്ല ചെടികളൊക്കെ ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു സ്റ്റാൻഡ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത്യാവശ്യം പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ മേലെ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തത്. നമുക്ക് വേറെ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഞാൻ കേടായ ഒരു ബക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ആദ്യത്തെ ഒരു പ്ലാന്റർ ഐഡിയ. അടുത്ത പ്ലാന്റർ ഉണ്ടാക്കുന്നത് ഈയൊരു ബക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇതും അത്യാവശ്യം പഴയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ബക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനും ഞാനിവിടെ ചൂടിക്കയർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ പ്ലാന്റ് സ്റ്റാൻഡിന് ബക്കറ്റ് ഫുള്ളായിട്ട് കയറ് ചുറ്റിയെടുത്തില്ലേ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഫുള്ളായിട്ട് ഈ ബക്കറ്റ് കയറ് ചുറ്റിയെടുക്കുക. അപ്പോൾ ആദ്യം കാണിച്ചത് കൊണ്ട് ബോറടിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് കയറിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കലാണ്. ഇനിയിവിടെ ഇതുപോലെയുള്ളൊരു പഴയ ഹോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു പ്ലാന്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനും കയറ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് കയറ് ചുറ്റാൻ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റത്ത് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രണ്ടറ്റത്തും ഇവിടെ നിന്നിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കയറ് ചുറ്റൽ. രണ്ടറ്റത്തും കയറ് ചുറ്റേണ്ട ആവശ്യമില്ല.
അപ്പോൾ ദാ ഇതുപോലെയാണ് ഞാൻ കയറ് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബക്കറ്റിൻ്റെ ബാക്കിൽ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചെയ്തത് ഒരു പഴയ പപ്പടക്കോല് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ദാ ഞാനിവിടെ ഒരു 4 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബക്കറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്ത് വെച്ച ഹോസ് ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആ ഒരു 2 ഭാഗവും നമ്മൾ ഉള്ളിലോട്ട് വെക്കുന്നത് കൊണ്ട് ആ ഭാഗം കാണില്ല. അതുകൊണ്ടാണ് അവിടെ കയറ് ചുറ്റാതിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് പോട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോസിൻ്റെ കയറ് ചുറ്റിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാ പോട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റർ വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ഈ സെൻട്രലായിട്ട് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഹോസുമ്മ ഇങ്ങനെ ചുറ്റി എടുക്കുന്നത് സാധാ മണി പ്ലാന്റുമാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മണി പ്ലാന്റ് മാത്രം ഇങ്ങനെ ചുറ്റിയെടുക്കാം, ആ ഒരു അഗ്ലോണിമ വെക്കാതെ കേട്ടോ. ഇപ്പോൾ അതാ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നാൽ ഇതിലും ഭംഗി ഉണ്ടാകും കേട്ടോ ഇത് കാണാൻ. അപ്പം ഇതുപോലെ പഴയ ബക്കറ്റുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ബക്കറ്റ് ഉപയോഗിച്ചാണ് കേട്ടോ. ഇതും ഒരു പഴയ ബക്കറ്റ് തന്നെയാണ്, ഉപയോഗിക്കാതെ വെച്ചതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് പഴയ തുണികളാണ്. അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പഴയ തുണികളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഇതിൽ നിന്നൊരു തുണി എടുത്തിട്ട് ഇതുപോലെ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ലെങ്ത്തും വീതിയിലും നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ ഒരുപാട് ഷോളുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്നൊരു 3 എണ്ണം എടുത്തിട്ട് ഇതിൻ്റെ അറ്റം നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായി വലിച്ച് കെട്ടിക്കൊടുക്കണം കേട്ടോ, ലൂസ് ആകരുത്. എന്നിട്ട് നമ്മൾ മുടിയൊക്കെ പിന്നിടൂലേ, അതുപോലെ പിന്നിടുന്നത് പോലെ ഈ ഷോള് അതുപോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ ഷോളുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പഴയ തുണികളും ഷോളുകളൊക്കെ. അപ്പോൾ അതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കുറച്ച് നമ്മളുടെ ടൈം പോകും, എന്നാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ മെടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോളിൻ്റെ അറ്റം എന്തെങ്കിലും ജനലുമൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് നമ്മൾ പിന്നിയിട്ടാൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഒരുപാട് തുണികൾ ഞാനിത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബക്കറ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കമിഴ്ത്തി വെക്കാം.
എന്നിട്ട് ഇതൊരു കട്ടിയുള്ള തുണിയാണ് കേട്ടോ, ഒരു ഷോൾ തന്നെയാണിത്. അതിങ്ങനെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാൻ ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ആയ മെടഞ്ഞ് വെച്ചിട്ടുള്ള തുണികളുണ്ടല്ലോ, അത് ബക്കറ്റ് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതും ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ആ തുണികളൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുറച്ചൊരു പണിയുണ്ടെങ്കിലും ഇത് ലാസ്റ്റായപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്ന്. അതും ആ ഷോളുകളൊക്കെ ഇങ്ങനെ വെറൈറ്റി കളേഴ്സുകളായപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ തുണിയിലാണല്ലോ, തുണിയുടെ മേലെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുണിയൊക്കെ ഇങ്ങനെ അഴുകിയിട്ട് പൊട്ട മണം വരുമെന്ന്. അതിപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കണ നേരം കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി. ആ വെള്ളം ഊർന്ന് പോയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഷോളിൻ്റെ അറ്റത്തുണ്ടായിരുന്നത് കേട്ടോ, അത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി. ഇപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ മേലെ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. വെറും വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്ലാന്റർ ഐഡിയാസുകളാണ് കേട്ടോ. കളയാൻ വെച്ചിരുന്നതാണ് എല്ലാതും. സിമ്പിളും ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെയൊക്കെ വീട്ടിലുള്ളവരൊന്ന് ട്രൈ ചെയ്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.